ഫ്രോം ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മാത്രം പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ അമ്മച്ചിയെ പറ്റി, അതായത് എൻ്റെ ഡാഡിയുടെ അമ്മയെ പറ്റി. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അമ്മച്ചി ഉണ്ടായിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ അമ്മച്ചിയുടെ ഒരു പ്രാധാന്യമൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. എന്നാലിപ്പോൾ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ അമ്മച്ചിയുള്ള കാരണമാണ് എനിക്ക് മറിയം എന്നൊരു പേര് മാമോദീസ പേരായി കിട്ടിയതെന്നൊക്കെ എനിക്ക് ഇന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനമാണ് തോന്നുന്നത്. കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, എൻ്റെ യോഗ്യത എന്ത് എന്ന് പറഞ്ഞൊരു എപ്പിസോഡ്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രമാത്രം ഞാൻ അമ്മ മാതാവായിട്ട് കണക്റ്റഡ് ആയി എന്നുള്ളത്. ആ ഒരു ബോണ്ടിങ് അത് ആ ഒരു സംഭവത്തിനൊക്കെ ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മറിയം എന്ന പേരിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതിനേക്കാളേറെ ഇരട്ടി മധുരം നൽകുന്നതാണ് എൻ്റെ സ്വന്തം പേര് മേരി എന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ. അത് ഒരു വർഷമേ ആയിട്ടുള്ളൂ ഞാൻ അറിഞ്ഞിട്ട് എൻ്റെ സ്വന്തം പേര് മേരി എന്നാണെന്നുള്ളത്. എൻ്റെ ഒഫീഷ്യൽ നെയിമായിട്ട് കിടക്കുന്നത് ഷൈനോ എന്ന പേരാണ്. നിങ്ങൾ എൻ്റെ വെബ്സൈറ്റ് ടൈറ്റിലിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഷൈനോ എന്നുള്ളത് എൻ്റെ ഒഫീഷ്യൽ പേരാണ്. പക്ഷേ എൻ്റെ ശരിക്കുള്ള പേര്, അതായത് നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ച് വീണ് ആ ഒരു നിമിഷം നമ്മുടെ മാതാപിതാക്കൾ ഇടുന്ന പേരാണ് ആ ശരിക്കുള്ള പേര്. പക്ഷേ ആ പേര് എങ്ങനെയോ കാലക്രമേണ മാഞ്ഞു പോയി. ആ സമയത്തിട്ട പേരാണ് മേരി എന്ന് പറയുന്നത്. എൻ്റെ മാതാപിതാക്കൾക്ക് പോലും എൻ്റെ ബന്ധുക്കൾക്ക് പോലും ആർക്കും ഓർമ്മയില്ല എനിക്ക് അങ്ങനെ ഒരു പേരുണ്ട് എന്ന്. ഞാൻ പലരോടും ചോദിച്ചു. ഇതെങ്ങനെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഒരു വർഷം മുമ്പ് ഞങ്ങളുടെ മുമ്പുണ്ടായിരുന്ന വികാരി അച്ഛൻ പള്ളിയിലേക്ക് എല്ലാവരും ബർത്ത് സർട്ടിഫിക്കറ്റും അതുപോലെ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റും ഒക്കെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ഈ പറയുന്ന ഒരു ഡോക്യുമെൻസും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് നാട്ടിൽ പോയി ഞാൻ എൻ്റെ അമ്മയോടൊക്കെ ചോദിച്ചപ്പോൾ അമ്മയുടെ കയ്യിലൊന്നുമില്ല, എൻ്റെ അപ്പനിപ്പോൾ ഇല്ല. പക്ഷേ അപ്പൻ എടുത്തു വെച്ചിരുന്ന കുറേ ഫയൽസൊക്കെ തുറന്നിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചുരുട്ടി വെച്ച ഒരു പേപ്പർ കണ്ടു. വെറുതെ തുറന്ന് നോക്കിയതാണ്. അതിലാണ് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഞാൻ പലവട്ടം എൻ്റെ അപ്പനോട് ചോദിച്ചിട്ടില്ല, എവിടെ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കിയാൽ, ഞാൻ നിനക്ക് തന്നൂലോ എന്ന് പറഞ്ഞ് എപ്പോഴും ഒഴിവാക്കിയിരുന്നു. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ആ ഡോക്യുമെൻസിൻ്റെ ഇടയിൽ ഇരിക്കുകയാണ് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്. തുറന്നു നോക്കിയപ്പോൾ ഞാൻ ശരിക്കും, എനിക്ക് ഇത്ര അധികം ഈ ഭൂമിയിൽ ഇത്ര വലിയ സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ പേര് മേരി എന്നാണെന്നുള്ളത് ആ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എഴുതിയത്. ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ അമ്മയോടും ബന്ധുക്കളോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും ഓർമ്മയില്ല. അങ്ങനെ ഒരു പേര് അവർ വിളിച്ചത് പോലും അവർക്ക് ഓർമ്മയില്ല. കാലക്രമേണ ആ പേര് എങ്ങനെയോ മാഞ്ഞു പോയി. ഞാൻ ഷൈനോ ആയി. പക്ഷേ ഇന്ന് ഞാൻ ആ പേര് റിവൈവ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വന്തം പേര്, ഞാൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ നിമിഷം എനിക്ക് ഇട്ട പേര് തന്നെ മേരി എന്നുള്ളതാണെന്ന് അറിയുമ്പോൾ ഉള്ളൊരു സന്തോഷം.